ഹലോ ഗായ്സ്, ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ഫസ്റ്റ് ഞങ്ങള് ഒരാളെ രണ്ടാൾക്കാരെ പിക്ക് ചെയ്യും. അപ്പോൾ ആരാണെന്ന് ഞങ്ങൾ വഴി കാണിച്ചില്ല ഗായ്സ്. പോവാൻ റെഡിയായി ഗായ്സ്. കാർ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാതും വഴിയെ കാണിച്ചു തരാം. ഇവിടെ അങ്ങട്ടല്ല ഇത് ഇവിടെ ഇത് പുതിയ വണ്ടി. ഇതൊക്കെ ഇപ്പൊ എവിടെ മറ്റോനെടെ അജി ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലല്ല വുഡ് ഗ്രില്ലിൽ പോവാണ്. നമുക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. നോക്കൂ, നിരനിരയായി വണ്ടികൾ വരുന്നു, നിരനിരയായി ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങൾ വുഡ് ഗ്രില്ലിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. കണ്ടോ, കാമുകി ബൈക്ക് മേടിച്ചു കൊടുത്തതിന്റെ സന്തോഷത്തില്. ഏത് ബൈക്ക്? കൊച്ചു കളിപ്പാട്ടം മേടിച്ചു കൊടുത്തു. വുഡ് ഗ്രിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ് അവിടെ ചിക്കൻ കിട്ടും. ചിക്കൻ കിട്ടില്ല, അതൊരു തുർക്കിഷ് റെസ്റ്റോറന്റ് ആണ്. അവിടെ നല്ല ഡോണർ കിട്ടും, ചിക്കൻ ഡോണർ നല്ല ടേസ്റ്റ് ആണ്. അത് കഴിക്കാൻ പോവാണ് ഞങ്ങള്. ഗായ്സ് കണ്ട, മുഖത്തൊക്കെ എന്തോ മിനുങ്ങുന്നുണ്ട്, കാര്യമായിട്ട് എന്തൊക്കെയോ തേച്ചിട്ടുണ്ട്. കണ്ടോ, കാമുകി ബൈക്ക് മേടിച്ചു കൊടുത്തതിന്റെ സന്തോഷത്തില്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാണ്ട് കിടന്ന് ഓടുമായിരുന്നു. ലാസ്റ്റ് കിട്ടി. കാണിച്ചു തരാം. ലാസ്റ്റ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. മൊത്തം കിടന്ന് കറങ്ങുമായിരുന്നു. കറങ്ങി ലാസ്റ്റ് പാർക്ക് ചെയ്യാൻ പറ്റി. ഹായ് പറ എല്ലാരും. ആദ്യം എല്ലാ വീടിക്കകത്തും ഉണ്ടല്ലോ ആണ് മറ്റേ നമ്മള് സിമേജിനൊക്കെ പോയാൽ പറയാവാ, അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓടുന്നത്. ഗോയ്സ്, കുറച്ചും കൂടെ നടന്നാൽ മതി. കുറച്ചും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ. ഒരു ബസ് പോകുന്നു. റോഡായ ബസ് പോകുന്നില്ല, റോട്ടിലൂടെയാണോ ബസ്സൊക്കെ പോകുന്നത്? അപ്പൊ ഗായ്സ് എത്താറായേക്കുന്നു തോന്നുന്നു. ചിക്കൻ കൂട്ട ഗായ്സ്, ഞങ്ങൾ ചിക്കൻ കോട്ടേജ് കണ്ടു. നമ്മുടെ കഴിഞ്ഞ വേണ്ടി നിങ്ങൾ കണ്ടായിരുന്നു ചിക്കൻ കോട്ടേജ് റിവ്യൂ. ജിൻസ് പറഞ്ഞ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗായ്സ്, ഇവിടെ മൊത്തം പോലീസ്. ഞാൻ വന്ന കാര്യം ഇവിടെ അറിഞ്ഞേക്കുന്നു. ഒളിവിലായിരുന്നല്ലോ. അയ്യോ, മറ്റേ വിക്കി തഗ്ഗിന്റെ ഒരു ലണ്ടൻ വിക്കി തഗ്ഗാണ് സജി. ഞാൻ ഒളിവിലായിരുന്നു, ഇവര് കണ്ടുപിടിച്ചു. റോക്കി ബായ് ഇവിടെ ലണ്ടനിൽ വന്ന ഇവരെ ബ്ലോക്ക് ആണ്, നമുക്ക് എടുക്കുമ്പോ പറ്റില്ല സജിയെ വെച്ച്. ആഹാ, ഞങ്ങൾ നടന്നു ആക്സപ്രിച്ച് പള്ളി ഇവിടെ നോക്കൂ. പള്ളിയാണ് മൈലോക്കല്ലേ നമ്മുടെ അവിടുത്തെ. അപ്പൊ ഗൈസ് പിടിയടാ. അയ്യോ ഗൈസ്, എന്ത് പറ്റി ഗൈസ്? അല്ല, എന്ത് പറ്റണോ? നടന്ന് എനിക്ക് കാലുവേദന എടുക്കുമെന്നാണ് പറയുന്നത്. അതാണ് ആ പാലത്തോട് ട്രെയിൻ പോകുന്നു. കണ്ടോ ഗൈസ്, അവരെങ്ങനെ കാണും അവിടുത്തെ പാലം? ഓ സത്യം, ഇത് കറക്റ്റ് വെസ്റ്റ് റൈറ്റ് ഗൈസ്. ഞങ്ങൾക്ക് ചെറിയൊരു ഇത് നടന്ന് വെസ്റ്റ് റൈറ്റ് കടയെടുത്തോളം പാലത്തിനടുത്ത് കോപ്പി നോക്ക്. കറക്റ്റ് എല്ലാം ഒരു ലിയോസ് ബാങ്കും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് വെസ്റ്റ് റൈറ്റ് എടുത്തി നമുക്ക് ഇവിടെ താമസിക്കാം. ലിയോസ് ബാങ്ക് ഇല്ല ഗൈസ്, രക്ഷപ്പെട്ടു. അതാ ഫോൺ നോക്ക്, മുറുക്കി പിടിച്ചേക്കുക. എടാ, മുറുക്കി പിടിച്ചേക്കല്ല, അമ്മമാരെ എടുത്തോണ്ട് പോകും. ഫോൺ അടിച്ചോണ്ട് പോകാൻ വന്ന പുതിയ കണ്ടന്റ് ആണ് ഗൈസ്. നമുക്ക് ആൾക്കാരെ എങ്ങനെ ഇടിക്കാം എന്ന് കാണിച്ചു തരാം. ഇമാരെ ഇങ്ങനെ എടുക്കൂല, പക്ഷെ നമ്മളെ പുറകെ കൂടെ വന്നങ്ങ് എടുത്തോളൂ. മനസ്സിലായി? നല്ല മീന്റെ മണം, നല്ല വെച്ച കോയിന്റെ മണം. അണ്ടർഗ്രൗണ്ട് ഗായ്സ്. ഇച്ചിരി പെട്ടെന്ന് നടക്കൂ. ജോർഡനോ എന്താ ഇവിടെ ഗായ്സ്? ഡെപ്പോടെ തോന്നുന്നു.
ഇപ്പൊ ഞങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടല്ലോ, ആ പോകുന്ന വഴിക്ക് നാട്ടില് മറ്റുള്ള ഫുട്പാത്തിൽ കൂടെ പോകുന്ന ഒരു മണമില്ലേ എന്റെ ആ മണം ആണ്. പക്ഷെ അത് എപ്പോഴും ഇല്ല ഗൈസ്. റിച്ചാർഡിന്റെ അവിടെ കടയല്ലേ ഇത്? നമ്മൾ എവിടെ എത്തി? നാളെ 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 ആവട്ടെ നാളെ ആവട്ടെ നാളെ നാളെ നമ്മളെങ്ങോട്ട് പോയാ? നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? വുഡ് ഗ്രില്ലിലോട്ട്. പാലം പുയ വുഡ് ഗ്രിൽ. നമ്മളെങ്ങോട്ടാ പോകുന്ന? നിങ്ങൾക്ക് ആ കുറുനലിയെ കാണുന്നു? കുറുനലിയെ കാണുന്നുണ്ടോ? ഇല്ല. ഉറക്കെ പറയൂ, കേൾക്കുന്നില്ല. കാണുന്നില്ല. അയ്യോ അതെ കുറുനലി പോ. ഗായ്സ് ഇവിടെ കസേര അടങ്ങുന്നു, കാല് കഴിയാൻ ഇരിക്കാനാന്ന് തോന്നുന്നു. എല്ലാരും പറയൂ കുറുനലി പോ. കുറുനലി അല്ലടാ കുറുനരി. കുറുനരി പോ. മോഷ്ടിക്കരുത്. മോഷ്ടിക്കരുത്. എല്ലാവരും പറയൂ കുറുനലി മോഷ്ടിക്കേ ചെയ്യരുത്. എന്റെ ഞാൻ മോഷ്ടിക്കുന്നോ? അപ്പൊ ഗൈസ് പാലം പുഴ വുഡ് ഗ്രില്ല്. പുഴയിൽ കുറെ മുതലകളൊക്കെ ഉണ്ട്. നമ്മളെ മുതലയും താണ്ടി പുഴയും കടന്ന് മുനിതമാണ്. പുഴയും താണ്ടി മുനിതമാണ്. ഏതൊക്കെ സിനിമയിലെ ഡയലോഗൊക്കെ വരുന്നുണ്ട്, മറന്നുപോയി ബാക്കി. ടൊവിനോ സിനിമയിലായിരുന്നു. അല്ല, മറ്റേ മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ്. ഗൈസ് അങ്ങനെ ഒടുവിൽ എത്താറാവില്ല, ഇനി നടക്കണം. ഇന്നലെ പറയൂ. അപ്പൊ ഗൈസ് നമ്മൾ എത്താറായി ഇല്ല. നമ്മള് ഒരു പാർക്കിന്റെ അടുത്താട്ടിന്നത്. നമ്മള് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാ നമ്മൾ ഇട്ട സ്ഥലം ഓർമ്മ ഉണ്ട്. ഞാൻ ഫോട്ടോ എടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു നമ്മള് 2-3 കിലോമീറ്റർ ദൂരമാണ് പാർക്ക് ചെയ്തത്. ഇല്ലല്ല 0.5 മൈൽസേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് നടക്കാതെ. ഇത് പറഞ്ഞതാ ഗൈസ്. ഉണ്ട് ഗൈസ്, പക്ഷെ ഞങ്ങൾ അവിടെ അല്ല പോകുന്നത്. സർപ്രൈസ് ഗൈസ്. അയ്യോ, ഇപ്പൊ വേണം ചെറുതായി വീഴാൻ പോയി. ഞാൻ വീഗാലാൻഡിൽ പോയി. ആന്റിയൊക്കെ ഫേമസ് ആക്കാൻ പോവാ. ആന്റിക്ക് ഭയങ്കര നാളാണ്. കൊറോണ. അയ്യോ ഇയാളെ കേട്ടു. കുറച്ചും കൂടി ഉറക്കെ പറയായിരുന്നു. കൊറോണ. അയാൾ ഇനി തുമ്മുമ്പോ നമുക്ക് ഉറക്കം എല്ലാവരും കൊറോണ. ഇവിടെ കള്ളന്മാരുണ്ട്. ഒറ്റ ഫോണൊക്കെ പറ്റി പറിച്ചോണ്ട് മുറുക്കി പിടിക്കുന്നുണ്ട് കള്ളന്മാരല്ലേ. ഞങ്ങൾ 4 ആൾക്കാരുണ്ട് ഫോൺ പ്രൊട്ടക്ട്. നമ്മള് അവൻ ഓടി പിടിക്കും. അതാണ് നമ്മളവനെ കാലെ തട്ടിയിടും, മറിഞ്ഞും തിരിഞ്ഞും കിട്ടിയിട്ടില്ല. നമ്മൾ അവനെ എക്സ്പോസ് ചെയ്യും ഗൈസ്. നമ്മൾ ടിക്ടോക്കിൽ ഇട്ട് വൈറലാക്കും. കള്ളനെ പിടിച്ചെന്ന് പറഞ്ഞു ചിരിച്ചിരിക്കും. ഗൈസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. മുഴുകിലെത്തി ഗൈസ്. നമ്മൾ എവിടെ എത്തി? മുഴുകിലെത്തി ഗൈസ്. ഇരിക്കുന്ന കണ്ടോ ഗൈസ്? ഇതാ ഇങ്ങോട്ടാണോ? ലോക്കാണോ ഗൈസ്? ഞങ്ങളെ പുറത്തുനിന്ന് പൂട്ടി. ഇത് തന്നെ. നല്ല പ്രഷർ കൊടുക്കണം. ഞാനിവിടെ ജോലിക്ക് കയറി. മണിക്കൂറിന് 11 കൊണ്ട്. വെച്ച മീന്റെ മണം.
ടോയ്ലറ്റിൽ പോയി എന്തിനാ പിക്ക് എടുക്കുക, സ്നാപ്പ് എടുക്കാൻ വേണ്ടി ടോയ്ലറ്റിൽ പോയി ഗൈസ്. മെനു വേണ്ടെന്നാണ് പറയുന്നത്. മെനു വായിച്ചു പഠിക്കുന്നത് നോക്കുക. നാളെ പരീക്ഷയാണ്. മന്തിയല്ല അത്, മണ്ടി. ഈ ഒരു വട്ടം എടുത്തോളാം. ഞങ്ങൾ ഓർഡർ ചെയ്തത് വെച്ചാൽ ചിക്കൻ ഡോണർ വിത്ത് ചിപ്സ്. ബാക്കി എക്സ്പ്രഷനാണ്. ഹുമ്മൂസും ബ്രെഡും കഴിക്കുന്ന തിരക്കിലാണ് ഗൈസ് ഇവർ. ഇതാണ് മേര പപ്പ ആൻഡ് മേര മമ്മാജി ഹെ. ഇത് അലവലാദി ഹെ. ഇത് 3 അലവലാദികൾ. കണ്ട ഫുഡ് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ മാതിരിയാണ് ഇവ രണ്ടാളും കഴിക്കണത്. അത് കേട്ടെന്ന് തോന്നുന്നു. പെണ്ണാടെ നിന്ന് ചെറുക്കുന്നുണ്ട്. ആ പെണ്ണിന് ചിരി വരുന്നു അല്ലേടാ ബാബു? ഇത് ഫ്രീ ആണ് ഗൈസ്. ഫ്രീ അല്ല, നമ്മളടുത്തത് പൈസ മേടിക്കണ്ടേ. എത്രയും കഴിക്കുവാണെങ്കിൽ ഇത് നമ്മൾ കൊടുത്തു ചോദിക്കാം. കൊടുത്തോ ആ പെണ്ണ് മലയാളിയാണെങ്കിൽ അവസാനിച്ച് കണ്ട വ്ളോഗേഴ്സ് ആണ്. യൂട്യൂബിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ എവിടെയാണ് വ്ളോഗ്? ആന്റി ഹായ് പറ. എന്തേലും പറ, ഈ കടയെ പറ്റിയുള്ള റിവ്യൂ പറ. ആന്റി കട അതിനെ കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ചു കഴിഞ്ഞിട്ട് റിവ്യൂ കഴിച്ചിട്ടുള്ള അനുഭവം പറ. നല്ല ഫുഡാണ്. ഇവിടെ എത്ര വട്ടം വന്നിട്ടുണ്ട് ആന്റി? ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള എന്തുവാ? എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്? അതുകൊണ്ട് അത് മാത്രമേ. അത് ഇനി അത് കഴിച്ചിട്ടില്ലല്ലേ? എന്നാ അത് മേടിക്കാം. അതെ അതെ. സംഭവം വന്നിട്ടുണ്ട്. ഇതാണ് സാധനം. ആങ്കിളിന് പ്രത്യേക ക്രിസ്പി ആയിട്ടുള്ളതാണ്. അവള് പാത്രം അടിച്ചു നിൽക്കുമ്പോൾ ആ സന്തോഷം നോക്കിയാ ആ ഒരു സന്തോഷം നിങ്ങൾ കാണും. എന്റെ ചിക്കൻ കുറച്ച് ക്രിസ്പിയാണ്, കണ്ട ക്രിസ്പി ആക്കിയത്. ആങ്കിൾ ഇച്ചിരി വെറൈറ്റി ആണ്. ഓ ഓ ഓ എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അവരെന്നെ മറന്നു. അവൻ ശക്തി ഇല്ലെങ്കിലും എനിക്ക് കഴിച്ചേ പറ്റൂ. നോക്കൂ, ആ വിഷമം നോക്കി കൈവച്ച് കഴിക്കാൻ പറ്റാതെ എന്റെ മുഖത്ത് കാണാൻ പറ്റും. കഴിക്കാൻ തുടങ്ങി ഗൈസ്. ഇനി വരെ പിടിക്കാൻ കിട്ടില്ല. പ്രത്യേകിച്ച് ഇവന് രണ്ടാളും തീരെ. ഇത് കുഴപ്പമില്ല, ഇത് രണ്ടും. അതാണ് നാരങ്ങ എന്നാണ് പറയുന്നത്. പിന്നെ ബ്രെഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ഇത് തിന്ന് കഴിഞ്ഞിട്ട് അത് കഴിക്കും. ബാക്കി വെക്കൂലാണ് മാസം കടിച്ചിട്ട് പറഞ്ഞ ആള് ബാക്കി തയ്യാറായി. അജിത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടുക്ക് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പൊ തീരാനായി. സജീദ് ജിമ്മിൽ പോണതുകൊണ്ട് ചിപ്സ് ഒന്നും തിന്നൂല. ജിമ്മൻ ഒരു 2 ബ്രേക്കപ്പ് ഇട്ടിപ്പോ ജിമ്മിൽ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ. എന്തായാലും മാസം അടിച്ചത് ഒരു ക്ലാസ് ആയിക്കോളൂ. തെറ്റ് വർത്താനം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കൊണ്ട് തീരുന്നില്ല. ശരി ഗൈസ്, തിന്ന് കഴിഞ്ഞു ഗൈസ്. പാത്രമൊക്കെ എംപ്റ്റി. അവിടെ ഇരുന്ന് തള്ളി മരിക്കണ്ടേ. അതാക്കണ്ട. അവിടെ ഫ്രഞ്ചൊക്കെ പഠിപ്പിച്ചെടുക്കണ്ടേ.
എല്ലാവർക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോവാണ്. ആ പെണ്ണാണ് നോക്കിയില്ല, ഞങ്ങള് എത്ര നേരം വിശന്നിരുന്നറിയാവും. പോടാ. അതിന്റെ മുന്നായിട്ട് ഇറങ്ങിയിട്ട് ആ സൈക്കിൾ എടുക്കണം, എന്നിട്ട് പോണം. നമ്മള് 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തൂല. എനിക്ക് തോന്നി ഏമ്മ അങ്ങനെ വരുന്നതാണ്. എമ്മക്ക് സൈക്കിൾ ഉണ്ട്. ഏമ ഒരു പറഞ്ഞൊക്കെ വിടും. ഇറങ്ങണം നമുക്ക് സൈക്കിൾ കിട്ടണമെങ്കിൽ. ആ സൈക്കിൾ കാണുമ്പോ അവിടെ ചാടി ഇറങ്ങാൻ മതി. എത്താനായ നമുക്ക് അറിയാം, മനസ്സിലാവൂലേ? അപ്പൊ ഇറങ്ങണം, എന്നിട്ട് അതിൽ കയറിയാ മതി. ഓക്കെ ബൈ. ഓക്കെ ബൈ. കൊക്കക്കോള മേടിച്ചു കഴിച്ചിട്ട് നേരെ നമ്മൾ വണ്ടിയിലോട്ട് പോവുകയാണ്. വണ്ടി കയറി നേരെ വീട്ടിലോട്ട് പോകുന്നു. നമ്മള് എവിടെ ഇന്നും കഴിച്ച ഫുഡ് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി. അതാ ഗൈസ്, അങ്കിളും ആന്റിയും നേരെ പോയി. അങ്കിളും ആന്റി അല്ല, ഉമ്മ ഇപ്പി നേരെ പോയി. അപ്പരേ വിളിക്കുന്ന അങ്കിള് ആന്റി. ഇവിടെ ഒരു നൈസ് ചർച്ച് ഉണ്ട്. നൈസ് ചർച്ച് അല്ല, ഞങ്ങൾ നടന്നു ചർച്ച് റോഡ് ചെത്തി തോന്നുന്നു. ചർച്ച് ഇപ്പത്തെ റോഡ് ചിരിച്ചതാ. ചിക്കൻ കോട്ടേജ് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ടെടുത്തത്? അതല്ല കഴിഞ്ഞിടയ്ക്ക് നമ്മളെ വീഡിയോ ഒക്കെ ആരാ കാണാൻ പോണോ? നമ്മളെ വീഡിയോ ഫുള്ള് നൈറ്റ് ആയി. നമ്മള് നൈറ്റ് വ്ലോഗേഴ്സ് ആയിരുന്നു. ഞാനും മിക്കപ്പോഴും കാണും. ഞാൻ രാവിലെ എണീച്ചിട്ട് നമ്മളെ വ്ലോഗിൽ കാണും. ഷോർട്സ് ഇല്ലേ, ഷോർട്സ് ഇട്ടാ മതി, അതിൽ കൂടെ ഇങ്ങനെ കണ്ട് ഇതായിക്കോട്ടെ. ഗൈസ്, എന്റെ ഡെയിലി റുട്ടീനകത്തുള്ളതാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ. ഞാൻ ഇരുന്ന് കാണും എല്ലാ ദിവസവും. വെറുതെ അല്ല വ്യൂവേഴ്സ് കൂടുന്നു. ഓടി വണ്ടി ഈ കാണുന്നതാണ് ആരാടാ 5, 10, 15. കടന്നാലിന്റെ ഉമ്മക്കോടെ നമ്മളെവിടെ എത്തിയപ്പോ വീഡിയോ കട്ട് ചെയ്യാണ് ഗൈസ്. ഞങ്ങൾ എനിക്ക് പരീക്ഷയാണ്. എനിക്ക് പരീക്ഷയാണ് ഗൈസ്. എനിക്ക് നാളെ 2 മണിക്ക് ജോലിക്ക് പോകണം ഗൈസ്. നിങ്ങൾ അതൊന്നും ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു 10 ഗൈസ് പറഞ്ഞു കാണും. അതാണ് ഈ ചാനലിന്റെ പേര് വേണം, ഗൈസ്. ഞങ്ങളെ കൂടെ വന്ന് ഞങ്ങളെ ഇവിടെ എഴുതി കിട്ടത്തില്ല. നോ ഇടലി കണ്ടോ? ഇവിടെ ഇടലി കിട്ടത്തില്ല. ഇവിടെ നോ ഇടലി, ഇവിടെ ഇടലി ഇല്ല. ഈ നാട്ടിൽ സത്യം പറഞ്ഞെന്തോ പണ്ട് കാലത്ത് എന്തോ ഇടിയും അതുകൊണ്ട് ഇഡ്ഡലി ഇവിടെ ബാനാണെന്നാണ് ഇവിടെ ഇടി. ഗൈസ് ഇവിടെ കള്ളന്മാര് ചിക്കൻ നല്ല ടേസ്റ്റിയാണ് ഗൈസ്. നോക്കൂ, ടേസ്റ്റി മോർന്നൊക്കെ. ഇവിടെ മോര് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ മോര് നമുക്കൊന്ന് ട്രൈ ചെയ്യണം ഒരു ദിവസം. ഇതൊരു കൊച്ചു കുട്ടി ഒറ്റയ്ക്ക് ഗൈസ്. ഗൈസ് വീണ്ടും ഗൈസ് ഞങ്ങള് ഗൈസ് ഫൈനലി ഞങ്ങള് വീട്ടിലെത്തി. ഇവര് വീട്ടിലെത്തി. ഞങ്ങള് വീണ്ടും പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ ലിവിൻ പ്രസന്റ് ഞങ്ങൾ അവിടെ പോയിട്ട് ലിവിൻ പ്രസന്റ് ആയിരുന്നു. അത് ശരി ഗൈസ്, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.